നൂഡിൽസ് ഏകദേശം തിളച്ച് റെഡിയായി. അതുപോലെ തന്നെ ചിക്കനും. ഇനി ആദ്യം ആരും എടുക്കും, ഇതിനും എടുക്കാം അല്ലേ? ആയിട്ടുണ്ടോ? കുറച്ചുകൂടെ ആവല്ലേ? അത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യണ്ടേ? ഡ്രെയിൻ ചെയ്തെടുക്കണം, ഒട്ടാതിരിക്കാൻ അല്ലേ? തമ്മിൽ നൂഡിൽസ് നമ്മൾ ഒന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ അങ്ങനെ തന്നെ വെച്ചിരുന്ന കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒട്ടലുണ്ടാവും, തമ്മിലൊട്ടി ഒരു പന്ത് പോലെ ആയിപ്പോവും. അതുകൊണ്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വയ്ക്കുക. അപ്പം നല്ല വേർതിട്ട് ഒന്നൊന്നായിട്ട് വിട്ട് വിട്ട് കിടക്കും. ഏകദേശം ആയി വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ചോറ് അല്ലേ പല ടൈപ്പ് അരിയിട്ട് വയ്ക്കും പോലെയാണ് ചൈനീസും ജാപ്പനീസും. ഇവർ രണ്ടുപേരുടെയും പ്രധാന ഭക്ഷണമാണ് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ. ഏകദേശമായി ചിക്കനും നമ്മൾ വെന്ത് തുടങ്ങിയല്ലേ? അപ്പം നമ്മൾ നൂഡിൽസ് ഇവിടെ റെഡിയായി. പാൻ വയ്ക്കാം അല്ലേ? നൂഡിൽസ് നല്ല കിഴുത്തുള്ള പാത്രത്തിൽ ഒഴിച്ചിട്ട് കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്യും. നമ്മളിങ്ങനെ വാർന്നെടുക്കും പോലെ കംപ്ലീറ്റ് എടുക്കാം. ഇതാകുമ്പോൾ കുറേ കൂടെ എളുപ്പമുണ്ട്. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ തമ്മിൽ ഇത് ഒട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു പന്ത് പോലെ ആയിപ്പോവും. ഓക്കെ, നമ്മൾ നൂഡിൽസ് കംപ്ലീറ്റ് ചെയ്ത് ഇനി അതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിക്കുകയാണ്. അപ്പം എനിക്കൊന്ന് ആദ്യം ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെച്ച് നേരെ ടാപ്പിൽ മൂട്ടിൽ കൊണ്ടിട്ട് ഒന്ന് കഴുകിയെടുത്ത് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒട്ടത്തില്ല. അപ്പോൾ ഒട്ടാതെ ഒന്നൊന്ന് വേറെ വിട്ട് കിടക്കും. ഇനി ചിക്കനും റെഡി ആയിട്ടുണ്ട്, അത് മാറ്റാം. ഈ പാനിലിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ചൂടായിട്ടുണ്ട്. ചിക്കൻ മാറ്റാം പീസസ്. സ്റ്റോക്ക് വേറെ, ഇത് വേറെ വേണമല്ലോ. ഈ ചിക്കനെ ഇനി നമ്മൾ പിച്ചി കയറി എടുക്കാം ചെറുതായിട്ട് തണുത്തതിന് ശേഷം. ഇപ്പോൾ 2 മിനിറ്റ് നമുക്കിത് തണുക്കാൻ മാറ്റി വെച്ചേക്കാം. അപ്പോഴേക്കും പാനിൽ എണ്ണ ഇടും. എണ്ണ എത്രയാ? 2.5 സ്പൂൺ വെക്കട്ടെ. 1 2 മതിയോ? ഇച്ചിരി കൂടെ മതി. ഒരു 2.25 സ്പൂണ് അല്ലെങ്കിൽ 2.5 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇത് ചൂടായിട്ട് അടുത്ത ഇത് കടുവറുക്കൽ പരിപാടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ആദ്യം എന്തുവാ ഇടുന്നത്? ആദ്യം ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റൊക്കെ എടുത്ത് റെഡിയാക്കി വയ്ക്കാം. ഇത് തന്നെയാണ് ക്യാപ്സിക്കം. ഇതുപോലെ തന്നെ ക്യാപ്സിക്കം. ഇതൊന്ന് മാറിയിട്ട് മതി, പച്ചപ്പ് മാറിയിട്ട് മതിയോ അതോ? പച്ചമണം മാറിയ ശേഷം മാറി. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ക്യാരറ്റ് മാത്രം ഇട്ടൊന്ന് സീസൺ ചെയ്യാം. ഒന്ന് മൂത്തിട്ടിടാം അല്ലേ? സാധാരണ ഏതൊരു ഡിഷിൻ്റെ കൂടെ ഉള്ളി ഉണ്ടാകും, പക്ഷേ ഇതിൽ മാത്രം ഉണ്ടല്ലോ നമ്മൾ ഉള്ളി ഇല്ലാണ്ട് ചെയ്യുന്നത്. അയ്യോ, ക്യാപ്സിക്കം ഇടാം. ഇതൊരു പകുതി ക്യാപ്സിക്കമാണ്, നീളത്തിൽ മുറിച്ചിട്ട് കുറുകെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മുക്കുമ്പോഴത്തേന് നമുക്ക് ചിക്കൻ പിച്ചിക്കറി എടുക്കാം. ഓക്കെ, പിച്ചിക്കോ. അത് തണുത്തുള്ള ഒഴിക്കണോ? ചൂടല്ലേ? കുഞ്ഞി കഷ്ണം മിക്സിയിലിട്ട് അടിക്കണോ ഇത്? അങ്ങനെ വേണ്ടല്ലേ? കുഴപ്പമില്ല, പിന്നെ അത്രയ്ക്ക് തരിയാവണ്ട, ചെറുതാവണ്ട, ചെറിയ കഷ്ണങ്ങൾ തന്നെ വേണം അല്ലേ? ഇത് നന്നായിട്ട് മൂക്കണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാപ്സിക്കം ക്യാരറ്റ് നന്നായിട്ട് മൂപ്പിക്കാം. അപ്പോഴത്തേക്ക് അവിടെ ചിക്കൻ ഒരു പരുവാക്കിക്കോളൂ. ഇനി ഇതെന്താ ചെയ്യുക? മതിയോ? അതുള്ള ചോപ്പ് ചെയ്യല്ലേ? ചോപ്സി ആക്കണ്ടേ? നല്ല വെന്തോ ഉടച്ചെടുത്താൽ മതി അല്ലേ? മിക്സിയിൽ അത് അരയ്ക്കാൻ പോയാൽ തീരെ ചെറുതാവും. അപ്പോൾ ഒന്ന് തല്ലിയെടുക്കുക, അതാണ് ഉദ്ദേശം. ചെറിയ രീതിയിൽ പീസസ് ആയിട്ട്. ഏകദേശം ആയല്ലേ? ഇതിപ്പോൾ നല്ല സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. നല്ല ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു. ഇനി ഇതും കൂടെ നമുക്ക് വെജിറ്റബിൾസിന് കൂടെ ചേർക്കാം. ചിക്കി എടുക്കുമ്പോൾ അല്ലേ?
ഒരുപാട് മിക്സിയിലിട്ട് ആക്കുകയാണെങ്കിൽ തീരെ ചെറുതായി ഇപ്പം പൊടിഞ്ഞു പോകും. നമ്മൾ കീമയുടെയൊക്കെ പരുവം. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. അത്യാവശ്യം കുഞ്ഞു കഷ്ണങ്ങൾ തന്നെ വേണം. ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്. ഇഞ്ചി ചതച്ചതാണത്. ഇത് എത്രയാണ് വേണ്ടത്? ഇത് അത് മുഴുവനിടാം അല്ലേ? ഇത് ഏകദേശം കറക്റ്റ് 1 സ്പൂണുണ്ട്. 1 സ്പൂൺ ഇഞ്ചിയും കൂടെ ചേർക്കാം. അടുത്തെന്തോ ഇനി വെള്ളം എന്തെങ്കിലും ചേർക്കുന്നത് മസാലയാണോ ഇനി ചേർക്കുന്നത്? പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതുപോലെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതെത്ര? 1 സ്പൂൺ മുളക് പൊടി മതിയല്ലേ? നമുക്ക് ചൈനീസ് ഡിഷിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി അതാണ്. ഏത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും കഴിക്കാൻ പറ്റും. ഒരുപാട് എരിവുണ്ടാവില്ല. പിന്നെ കൂടുതലും അവർ പെപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർക്കും. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കണം. നമ്മൾ ചിക്കൻ ആദ്യം കുറച്ച് അധികം വെള്ളം ഒഴിച്ച് സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു.